വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കറിയൊന്നും വേണ്ടാത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചപ്പാത്തി മാവും കുറച്ച് ഉള്ളിയും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിനായിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1/4 കപ്പ് അളവ് മൈദ കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഒന്നുകിൽ മുഴുവൻ ഗോതമ്പ് പൊടിയിലോ അല്ലെങ്കിൽ മുഴുവൻ മൈദയിലോ അല്ല ഇതുപോലെ പകുതി പകുതിയായിട്ടോ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ആ ഒരു പരുവാകുന്നത് വരെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിക്ക് ഇപ്പോൾ നന്നായിട്ട് തന്നെ എണ്ണ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാനാണ് പോകുന്നത്. ഇത് സാധാരണ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് കൂട്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് എനിക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കൂട്ട് തയ്യാറായി വന്നതിന് ശേഷം കൈയെടുക്കാതെ ഒരു 2 മിനിറ്റ് നേരം നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയത്താണ് നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കേണ്ട ആവശ്യം പോലുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ചെറുതായിട്ട് തന്നെ അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1/2 കപ്പ് അളവ് ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മിക്സഡ് ആയിട്ടുള്ള ചീസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അല്ല ഏതെങ്കിലും ഒരു ഫ്ലേവറിലുള്ള ചീസാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ അത് ചേർത്താലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പിസ്സ സീസണിങ്ങും കൂടെ ചേർത്തിട്ടുണ്ട്. പിസ്സ സീസണിങ് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങേൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം വരും ആ ഒരു നീര്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മസാലയും ചീസും എല്ലാം നന്നായിട്ട് യോജിച്ച് വരണം. ചീസും പിസ്സ സീസണിങ്ങും ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഉള്ളിയും ബാക്കിയുള്ള മസാലകളും ചേർത്തിട്ടും ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം വെക്കാൻ പാടില്ല. അപ്പം തന്നെ തയ്യാറാക്കി തുടങ്ങണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുത്ത അത്രയും സമയം മാത്രമാണ് ഞാൻ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അത് ഇതുപോലെ മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. 6 ഉരുളകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനി ഒന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. ഗോതമ്പ് പൊടിയിൽ ഒന്ന് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നേർത്ത് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ. ഒരുപാട് കനത്തിലാവണ്ട. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കനം ഞാൻ കാണിച്ചു തരാം. നല്ല നേർത്ത് തന്നെയാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഒരു ഉള്ളിയുടെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ആ ഒരു സൈഡ് ഭാഗം വിട്ടിട്ട് വേണം സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിയുടെ കൂട്ട് തയ്യാറാക്കിയിട്ട് ഒരുപാട് നേരം വെക്കാൻ പാടില്ല. അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് ഉണ്ടാക്കിയ പാടന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ഷീറ്റും കൂടെ വെച്ച് കൊടുക്കുക.
അതിൻ്റെ അരികുകളൊക്കെ ഒന്ന് കൈ ഉപയോഗിച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. നന്നായിട്ട് സീലായി എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അതിൻ്റെ ഉള്ളിലെ എയർ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ദാ ഇതിപ്പോൾ കൈ ഉപയോഗിച്ച് ഞാനൊന്ന് പരത്തിയും കൂടി എടുക്കുന്നുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ 2 എണ്ണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നടുവേ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഉള്ളി ആയതുകൊണ്ട് തന്നെ ആ ഒന്ന് കട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ അമർത്തി തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് റോൾ ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വീണ്ടും റോൾ ചെയ്യുക. ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ലെയറുകളോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്കാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. ഒരുപാട് ലെയറുകളായിട്ടാണ് നമുക്കിത് കിട്ടുക. ശ്രദ്ധിക്കാനുള്ളത് ഉള്ളിയുടെ മിക്സ് ഒരിക്കലും കുറേ നേരം വെക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ തന്നെ അടുത്ത ഭാഗം കൂടെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഷീറ്റിൽ നിന്നും 2 പലഹാരങ്ങൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഭാഗം വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അമർത്തിയെടുത്താൽ മതി. അതുപോലെ ഇത് അമർത്തിയെടുക്കുമ്പോൾ ഒരുപാട് നേർത്ത് അമർത്തിയെടുക്കണ്ട. അന്നേരവും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ദാ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു പാനിലേക്ക് ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എണ്ണ ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തപാടെ അത് അനക്കാനൊന്നും നിൽക്കണ്ട. ആ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടുള്ളതായതുകൊണ്ടും അതുപോലെ തന്നെ ഒരല്പം കട്ടിയുള്ളതായതുകൊണ്ടും ഉള്ളോളം വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ദാ ഇതിപ്പം 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.